ഹലോ എവ്രി വൺ, റെയിൻബോ വാരിയേഴ്സിൻ്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ നിന്ന വർക്ക്ഷോപ്പ്. അവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ച് നിന്നത്. ഈ ഒരു സെപ്പറേറ്റ് പ്ലേസ് ആയിട്ട് അയാൾ നമുക്ക് തന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് തന്നെ ടെൻ്റ് ഇതുവരെ റെഡിയാക്കി വെച്ചിട്ടില്ല. സൈക്കിൾ ഇവിടെയാണ് ഞാൻ ഇന്നലെ കുക്ക് ചെയ്തത്. സൂര്യൻ കറക്റ്റ് എൻ്റെ ടെൻറ്റിന് മേലെ അടിക്കാൻ തുടങ്ങി. നല്ല തണുപ്പായിരുന്നു രാത്രിയിൽ, അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ഉറങ്ങിപ്പോയി. ഇനി ഏതായാലും ഫുൾ പാക്കിംഗ് ഒക്കെ ചെയ്ത് മെല്ലെ വിട്ടേക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. നല്ല തണുപ്പുണ്ട്. സാധാരണ എപ്പോഴും 10 മണിയൊക്കെ ആകുമ്പോഴല്ലേ ഇറങ്ങുന്നത്. ഇന്നിപ്പോൾ 8:30 ആയപ്പോഴേ ഇറങ്ങി. ഇനിയുണ്ടല്ലോ, ഞാൻ താമസിക്കുന്ന സ്ഥലത്തോട്ട് ഏകദേശം 43 കിലോമീറ്ററേ ഉള്ളൂ. പെട്ടെന്ന് എത്താമെന്ന് വിചാരിക്കുന്നു. പറ്റുമെങ്കിൽ ഉച്ച കഴിയുമ്പോൾ തന്നെ എത്തണം. അതാവുമ്പോൾ വീട്ടിൽ നിന്നുള്ള ഫുഡ് കഴിക്കാമല്ലോ. ഇനി അങ്ങോട്ട് കുറച്ച് ടൗൺ ഏരിയകളാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ ട്രാഫിക് സിഗ്നലൊക്കെ കിട്ടുന്നുണ്ട്. ആ ഷോപ്പിലെ ആൾക്കാരുണ്ടല്ലോ, വളരെ നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. എനിക്ക് അവിടെ താമസവും തന്നു, എല്ലാം നല്ല രീതിയിൽ സംസാരിക്കുമായിരുന്നു. പുള്ളി രാവിലെ തന്നെ വന്ന് എനിക്കിപ്പോൾ ഗേറ്റും തുറന്നു തന്നു. നല്ലൊരു മനുഷ്യൻ. പുള്ളി എന്നോട് ചോദിക്കുക, നീ എങ്ങനെയാ മോനെ ഈ രാത്രി മൊത്തം ഈ തണുപ്പത്ത് കടന്നതെന്ന്. പുള്ളി പറയാ, പുള്ളിയുടെ വീട്ടിൻ്റെ അകത്ത് പുള്ളിക്ക് തണുപ്പായിരുന്നു. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഗൈസ്, ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് ഒരുമാതിരി പറയാൻ പറ്റൂല. ചിലപ്പോൾ നിന്ന നിപ്പിൽ തണുക്കും, നിന്ന് നിപ്പിൽ ചൂടാവും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. തണുപ്പെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ ഒരുമാതിരി കുത്തുന്ന പോലത്തെ തണുപ്പായിരിക്കും. ഭയങ്കര സഫക്കേഷൻ ഫീൽ ചെയ്യും ആ തണുപ്പിന്. അപ്പോൾ ഇപ്പം ഈ ഒരു ടൈമിൽ ഞാൻ ഈ സൈക്കിൾ ചെയ്യുമ്പോഴത്തേക്കും ആക്ച്വലി ഡബിൾ എഫേർട്ടാണ് ചെയ്യുന്നത്. കാരണം ആ മാതിരി തണുപ്പാണ്. ഇന്ന് എനിക്കിച്ചിരി ആവേശം കൂടുതലാണ്. കാരണം ഇന്ന് വീട്ടിലെത്തൂലേ. നല്ല ചോറും മീൻകറിയും പറ്റുമെങ്കിൽ കഴിക്കണം. ഈ റൈറ്റ് സൈഡിൽ കണ്ട ഒരു പഴയ ബിൽഡിംഗ് കേട്ടോ. അതേപോലെ ഉണ്ടല്ലോ ഗൈസ്, ഈ മുമ്പിൽ കാണുന്ന മലയില്ലേ, ഇതിങ്ങനെ ലെഫ്റ്റിലോട്ട് നീണ്ടു കിടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അറ്റത്താണ് എനിക്ക് പോകേണ്ടത്. അങ്ങ് ലെഫ്റ്റ് നീണ്ടു കിടക്കുന്ന ഏറ്റവും അറ്റത്ത്. ആ സ്ഥലത്തിന് പറയുന്ന പേര് ഫോർമിയ എന്നാണ്. ഫോർമിയ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മെയിൻ ടൗണാണ്. പിന്നെ അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗേത്ത എന്ന് പറഞ്ഞ സ്ഥലം. നിങ്ങൾ പുതിയ ആൾക്കാർ ഉണ്ടെങ്കിൽ ഗേത്തയുടെ ഡീറ്റെയിൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ പോയി കണ്ടാൽ ഗേത്തയുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പോയി എല്ലാവരും ഒന്ന് കാണുക. നമ്മൾ ഏകദേശം 13 കിലോമീറ്റർ കഴിഞ്ഞു. നല്ല റോഡായതുകൊണ്ട് വെട്ടിയും പുകയും പോലെയാണ് പോകുന്നത്. അപ്പം ഞാനൊന്ന് നിർത്തി. ഇത് കണ്ടോ, ഇത് ഫുള്ള് മുന്തിരിപ്പാടാ. ഫുൾ മുന്തിരി കൃഷി കണ്ടോ. അങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ട്, അതേപോലെ ഇങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളൊരു കാര്യം കാണിക്കണം ഗൈസ്. ഇത് കണ്ടോ, ഈ സാധനം അതായത് മഴവെള്ള സംഭരണി പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് വെള്ളം പമ്പ് ചെയ്യുന്നുണ്ടോ എന്നറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതേപോലെ കുറേ ഏരിയകളിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ കൃഷി സ്ഥലങ്ങളിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ, ഇപ്പം പക്ഷികൾക്കാണെങ്കിലും വന്ന് വെള്ളം കുടിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ആ മലയുടെ അടുത്തോട്ട് ചവിട്ടും തോറും മലയാണെങ്കിൽ അങ്ങോട്ട് നീങ്ങി പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം ഒരു കാപ്പി വല്ല കുടിക്കാമെന്ന് തോന്നുന്നു. ജസ്റ്റ് രാവിലെ ഒരു കേക്ക്, 2 കേക്കാണ് തട്ടിയത്, ഒരു ഓറഞ്ച്. എന്നാലും ഒരു കാപ്പി കുടിച്ചേക്കാം.
ഇങ്ങനെ നമുക്ക് ഒരു കാപ്പിക്കടയാണെന്ന് തോന്നുന്നു, കിട്ടിയിട്ടുണ്ട്. കയറി നോക്കാം. ചാവ് ബേല. അപ്പോൾ ദേ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് പുറത്തിറങ്ങി. സൈക്കിൾ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഏകദേശം 26-27 കിലോമീറ്ററാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും, നല്ല റോഡാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും എത്തുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാമല്ലോ. ഏതായാലും മെല്ലെ മെല്ലെ വിട്ടേക്കുക കേട്ടോ. ചാവ്. ഈ റൂട്ടിലും കുറേ സൈക്ലിസ്റ്റുകൾ പോകുന്നുണ്ട് കേട്ടോ. ഇവര് വെയിലുള്ള ദിവസങ്ങളിൽ എല്ലാവരും ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരൊറ്റ ഇറക്കാമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമുക്ക് ഈ മലയുടെ ലെഫ്റ്റിലോട്ട് കുറേ പോയി കഴിയുമ്പോൾ അതിൻ്റെ അറ്റത്താണ് ഞങ്ങളുടെ വീടിന്ന്. അപ്പോൾ ഇവിടുന്ന് ഈ വഴി ഡിവൈഡ് ആവുകയാണ്. നമുക്ക് ലെഫ്റ്റ് പോകണം. അപ്പം ഈ റൈറ്റ് പോയിട്ട് മുമ്പിലുള്ള ഫ്ലൈ ഓവറിനടിയിലൂടെ ലെഫ്റ്റിലോട്ട് നമ്മൾ പോവാം കേട്ടോ. ഈ നേരെയുള്ള വഴി റോമിനാണ് പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ പോകുന്ന സ്ഥലത്തൊന്നും റോമിന് പോകാനുള്ള വഴിയുണ്ട്. അപ്പോൾ അതിലെയാണ് ഞാൻ ഇനി റോമിന് പോകാനുള്ള പ്ലാനിങ്. അത് ഫുള്ള് ബീച്ച് വ്യൂ. ഫുള്ളല്ല, ഒരു ഹാഫ് വേയോളം ബീച്ച് സൈഡിൽ കൂടെയുള്ള വഴിയാണ്. ഇതുകൊണ്ട് ഗൈസ് മുമ്പിൽ പണ്ടത്തെ എന്തോ ഒരു ബ്രിഡ്ജ് പോലത്തെ സംഭവം. ബ്രിഡ്ജാണോ മതിലാണോ എന്നറിയത്തില്ല. ഏതായാലും അതിന് നടുക്കൂടെയാണ് വഴി വെട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു മതിലാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതെന്തിനായിരിക്കും പണിതത് ആർക്കറിയാം അല്ലേ. ഈ ടൗൺ ഉണ്ടല്ലോ ഗൈസ്, നീണ്ടു കിടക്കുക കുറേ നേരം. എനിക്ക് തോന്നുന്നു 1-2 കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ ടൗണാണ്. പിന്നെ ഈ സൈഡിലുള്ള പച്ച കാറ് കണ്ടോ, കുഞ്ഞു കാറ്. ഫിയറ്റിൻ്റെയാണ്. ഇതേപോലത്തെ കുറേ കാറുകളുണ്ട് ഫിയറ്റിൻ്റെ ഇവിടെ. പഴയ കാറുകളാണ് കേട്ടോ. അതിൻ്റെ അകത്ത് 4 പേർക്ക് ശരിക്കും ഇരിക്കാൻ പറ്റും, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ളൊരു ഇതാണ്. ചിലപ്പോൾ മേലെ തലയൊക്കെ മുട്ടിയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ചിലർ കാണുമ്പോൾ കോമഡിയാണ്. പക്ഷേ കുഞ്ഞു കാറായതുകൊണ്ട് ഭയങ്കര ക്യൂട്ടാണ്. നമ്മൾ ടെൻ്റ് അടിച്ച ഈ 2 ദിവസങ്ങളിൽ മാത്രമേ അതിരാവിലെ എഴുന്നേറ്റ് ചവിട്ടാൻ തുടങ്ങിയുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ദിവസവും, ബാക്കി എല്ലാ ദിവസവും 10 മണി 10:30 ആകുമ്പോഴാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് അതിരാവിലെ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ വെടിയും പുകയും പോലെ വീട്ടിലെത്താറായി. ഇനിയൊരു 15 കിലോമീറ്ററാണ് എൻ്റെ വീട്ടിലോട്ടുള്ളത്. ഓൾമോസ്റ്റ് 11:15 കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു 12:30-1 മണിക്ക് മുമ്പ് നമ്മളെത്തും. റോഡ് അടിപൊളിയാണ് കേട്ടോ. റോഡ് നല്ല നിരപ്പ് റോഡാണ്. അപ്പോൾ നമുക്ക് ചവിട്ടാനും നല്ല സുഖമുണ്ട്. കണ്ടോ മക്കളെ, നമ്മൾ ഫോർമിയ ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൊത്തം അങ്ങോട്ട് ബീച്ച് സൈഡായിരിക്കും കേട്ടോ. ഇപ്പോൾ ടൗണിൽ ഞാൻ ടച്ച് ചെയ്യാതെ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ടൗണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഗയാത്തയുടെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഈ ക്യാമറയിൽ കൂടെ അങ്ങനെ കാണുകയില്ല. ആ കടലിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു ചെറിയ സ്ഥലം കണ്ടോ, അതാണ് ഗയാത്ത. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏകദേശം 9 കിലോമീറ്റർ ഉണ്ട്. ഫുൾ ബീച്ചാണ് കേട്ടോ. പോയേക്കാം. ഈ ലെഫ്റ്റ് സൈഡിലാട്ടോ ഫോർമിയയുടെ പോർട്ടുകൾ. അവിടെ ചെറിയ ചെറിയ ഷിപ്പുണ്ട്. അത് നമ്മുടെ ഇവിടെ അടുത്ത് ഒരു 2.5 മണിക്കൂർ പോയി കഴിഞ്ഞാൽ ഐലൻഡുകളുണ്ട്. അപ്പോൾ അങ്ങോട്ട്
ക്രൂയിസ് സർവീസാണുള്ളത്. ഞാൻ ഇതുവരെയും പോയിട്ടില്ല. പോർട്ട് നിങ്ങളെ കാണിക്കായിരുന്നു, പക്ഷേ അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ ഇതുവരെ ഒരു വഴി കാണുന്നില്ല. ഏകദേശം ഇവിടുന്നാണ് ഗേത്തയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇനിയും 5 കിലോമീറ്റർ ഫുള്ള് ഗേത്തയാണ് കേട്ടോ. ഗേത്ത ഒരു ഹോളിഡേ സ്പോട്ടാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഗേത്ത ഹിയർ ഐ കം. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത്രയും കിലോമീറ്റർ അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലേ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിർത്തേണ്ടി വരുമോ എങ്ങനെയാണെന്നൊക്കെ. ഫിസിക്കലി കുറേ ചലഞ്ച് ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും ചെയ്യാൻ പറ്റി. ഇനി ബാക്കിയുള്ള യാത്രയും ഇതേപോലെ പവർഫുള്ളിൽ പോകട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ വിഷ് ചെയ്യുന്നു. ഇതുകൊണ്ട് ഈ റൈറ്റ് സൈഡിലെ ഒരു ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ആ ഫ്ലാറ്റ് ബീച്ച് ഫേസിങ് ആണ് കേട്ടോ. ഞാൻ കുറച്ച് മുന്നോട്ട് പോവുക, കാരണം നിങ്ങളെ കുറച്ചൊന്ന് ഗേത്തയുടെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് ഗേത്തയുടെ മെയിൻ ഏരിയ. ഇനി ഇതിൻ്റെ പുറകു സൈഡുണ്ട്, അത് ബീച്ച് സൈഡാണ്. അവിടെ വന്ന് ഹോളിഡേയുടെ ടൈമിൽ വന്നിട്ട് കടന്നുറങ്ങാൻ പറ്റിയ ബീച്ചുള്ള സ്ഥലമാണ്. ഈ സൈഡിലെ ബീച്ച് അങ്ങനെ കടക്കാൻ പറ്റിയ ബീച്ചല്ല. കൂടുതലും യാട്ടുകളും അങ്ങനെയുള്ള ഫിഷിങ്ങിനൊക്കെ പോകുന്ന ബോട്ടുകൾ അങ്ങനെയൊക്കെ കിടക്കുന്ന സ്ഥലമാണിത്. ഇതാണ് ഗേത്തയുടെ എൻഡ്. ഇവിടെ കുറേ ബിൽഡിങ്ങുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഷിപ്പിൻ്റെ ക്യാപ്റ്റന്മാർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണിത് കൂടുതലും. അപ്പോൾ ഇതാണ് ഗേത്ത കേട്ടോ, ഈ ഒരു ചുറ്റിലുമുള്ളത്. ഇതേ അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ആ മൗണ്ടെയിൻ്റെ അതിലെയാണ് നമ്മൾ വന്നത്, അതിലെയാണ് നമ്മൾ വന്നത്. പിന്നെ ദേ ഈ കാണുന്നത് ക്യാപ്റ്റന്മാർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതായാലും അങ്ങോട്ട് പോകുന്നില്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ടേ ഈ സ്ഥലം നമുക്ക് വീട് പോലെ, അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഇവിടെ എത്തിയപ്പോൾ. ഗൈസ്, ഇവിടെ ഒരു ഷിപ്പ് കിടക്കുന്നതുണ്ടോ? അത് അമേരിക്കയുടെ ഷിപ്പാണ്, അമേരിക്കൻ മിലിറ്ററിയുടെ ഷിപ്പ്. പണ്ട് വേൾഡ് വാർ 2 നടന്നപ്പോഴത്തേക്കും അമേരിക്ക ഇറ്റലീനെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് ഇറ്റലി US കൊടുത്ത ഒരു ഏരിയ ആണിത്. കണ്ടോ, അവിടെ ഇങ്ങനെ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് കാണാം. അത്രയും ഭാഗം ഇവിടെ ഈ ഓഫീസിനുള്ള സ്പേസും ഈ ഒരു കപ്പലിടാനുള്ള സ്പേസും അത് US കൊടുത്തിരിക്കുകയാണ്. അപ്പം പെർമനൻ്റ് ആയിട്ട് അവരുടെ ഷിപ്പ് മാറി മാറി ഇവിടെ ഉണ്ടാവും. അവരുടെ മിലിറ്ററിയും ഇവിടെയുണ്ട് ഈ ഒരു ഇത്രയും ഭാഗത്ത്. മൂന്നാം നിലയിലാണ് ഞങ്ങളുടെ വീട്. അനിയനോട്
സൈക്കിൾ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് താഴോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂലി വേഗം ലോഡ് എടുക്കൂ. അപ്പോൾ ഗൈസ് ഇവിടം കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി 2 ദിവസത്തേന് വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. താങ്ക് യു.